ശ്രീ രാഹുൽ ഈശ്വർ, ഓഷോ കൃഷ്ണനെ ഭംഗിയായി നിരീക്ഷിച്ചിട്ടുണ്ട് ദ മാൻ ആൻഡ് ഹിസ് ഫിലോസഫി എന്ന് പറയുന്ന കൃതിയിൽ. ഒരു വളരെ വ്യത്യസ്തതകളുടെ സമന്വയമാണ് കൃഷ്ണദർശനം. നൃത്തം ചെയ്യുന്ന ഈശ്വരൻ, ഗായകനായ ഈശ്വരൻ, അതേസമയം പ്രൗഢിയോടുകൂടി ഗീത ഉപദേശിക്കുന്ന ഈശ്വരൻ, ഗോപസ്ത്രീകളുടെ ചിത്തചോരനായ ഈശ്വരൻ. എങ്ങനെയാണ് കൃഷ്ണസങ്കല്പം ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്? എന്നത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിലും വിപുലമായ ഒരുപാട് മുഖങ്ങളുള്ള, ഒരുപാട് തലങ്ങളുള്ള, ഒരുപക്ഷെ സർവ്വതല സ്പർശിയും സമഗ്രവുമായി ഒരു ആയുഷ്കാലത്ത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. എനിക്ക് ഓഷോയുടെ തന്നെ വാക്ക് ദ ഗോഡ് ഹു ഡാൻസ്, അങ്ങനെ തന്നെ രസകരമായ 1-2 പ്രയോഗങ്ങൾ തന്നെയുണ്ട്. മാത്രമല്ല പോപ്പുലർ കൾച്ചറിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഫിലോസഫിയിലും നമ്മുടെ ഫിലോസോഫിക്കലായിട്ട് രാമായണത്തിനടക്കം ലോകവ്യാപകമായ ഒരു ലിറ്റററി സ്വാധീനം ഉള്ളതുപോലെ ഭഗവത്ഗീതയ്ക്കും ഭഗവാൻ കൃഷ്ണനുമാണ് ഇപ്പോൾ ആധുനിക കാലത്ത് ഓപ്പൻഹൈമർ ആകട്ടെ, നിക്കോള ടെസ്ല ആകട്ടെ, ആൽഡസ് ഹക്സ്ലി ആകട്ടെ, ആധുനിക കാലത്തെ ഒരുപാട് ചിന്തകരെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞ ശ്രീകൃഷ്ണ ദർശനം ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഇനി ചരിത്രത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിയാലും ഇൻഡോ ഗ്രീക്ക് കിങ് ആയ അഗത്തോക്ലസ് ആ 180 BC തന്നെ ശ്രീകൃഷ്ണൻ്റെ, അല്ലെങ്കിൽ ഇന്ന് ശ്രീകൃഷ്ണൻ നമ്മൾ മനസ്സിലാക്കുന്ന സങ്കല്പങ്ങൾ അദ്ദേഹത്തിൻ്റെ നാണയത്തിലുണ്ടായിരുന്നു എന്ന് ചില രേഖപ്പെടുത്തലുകളുണ്ട്. ദ്വാരക എക്സ്കവേഷൻ നടത്തുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിൽ വായിക്കുന്നതിനോട് സമാനമായ ചരിത്രത്തിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണുന്നുണ്ട്. പുരാണത്തിൻ്റെ ദൃഷ്ടിയിലോ ഇതിഹാസത്തിൻ്റെ ദൃഷ്ടിയിലോ വേറിട്ട് ചരിത്രത്തിൽ ഏകദേശം ചില ആൾക്കാർ, പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്, പ്രത്യേകിച്ച് ഈ മറൈൻ ആർക്കിയോളജിസ്റ്റുകളൊക്കെ പറയുന്നത് ഒരു BC 3200-200 കാലഘട്ടങ്ങളിൽ ഈ സമാനമായ സംഭവങ്ങൾ പ്ലേസ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കൃഷ്ണവർഷം എന്നൊക്കെ പറഞ്ഞ് ജന്മാഷ്ടമിക്ക് ആഘോഷിക്കാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യയെ ഇത്രമാത്രം സ്വാധീനിച്ച, ഒരുപക്ഷെ ലോകത്ത് ബീറ്റിൽസ്, ജോൺ ലെനൻ ഒക്കെ ഹരേകൃഷ്ണ പ്രസ്ഥാനങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് അവരുടെ ഏറ്റവും പോപ്പുലറായ പാട്ടുകളിലൊന്ന് തന്നെ ഇതിനോട് ബന്ധപ്പെടുത്തിയാണ്. അങ്ങനെ ആ ഒരുപക്ഷെ നമ്മൾ പഠിക്കുന്ന വ്യത്യസ്ത ഭാഗങ്ങളുള്ള ഈ ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനും ഒരുപക്ഷെ 2 വ്യക്തിത്വങ്ങൾ, 2 ടോട്ടലി പോളാർ ഓപ്പോസിറ്റായ മനുഷ്യൻ്റെ എല്ലാ വ്യക്തിത്വങ്ങളുടെ ആസ്പെക്ട്സ് കവർ ചെയ്യുന്ന 2 പോളുകളാണ്. ഇതിനിടയ്ക്കാണ് എല്ലാവരും, ഇതിനിടയ്ക്കാണ് അത് 2 പോളുകളാണ് പഠിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള മനുഷ്യ വ്യക്തിത്വങ്ങളുടെ. കാൾ ഗുസ്താവ് യുങ് അടക്കം അദ്ദേഹത്തിൻ്റെ കളക്റ്റീവ് ആധുനിക മനഃശാസ്ത്രത്തിലെ ഫ്രോയിഡിൻ്റെ ശിഷ്യനാണ്. അവരൊക്കെ ഈ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഇത്തരം പല ബിറ്റുകൾ എടുക്കുന്നു. നമ്മുടെ പല കാര്യങ്ങളും എടുത്താണ് അവർ വേറൊരു ലാംഗ്വേജിലാണ് കോട്ട് ചെയ്യുന്നത്. ആ രീതിയിൽ ശ്രീകൃഷ്ണൻ്റെ ദാർശനികനെ, ഫിലോസഫറെ കൂടുതൽ അറിയണം. ശരിയാണ്, സാങ്കേതിക അർത്ഥത്തിൽ പോകുന്നതോ അല്ലെങ്കിൽ പാത്രദൃഷ്ടിയോ ഒക്കെ അപ്പുറം ശ്രീകൃഷ്ണൻ ഇതിഹാസ നായകൻ മാത്രമല്ല, ഭാരതത്തിൻ്റെ നായകനാണ്. ഇന്ത്യൻ കൾച്ചറിലെ ഒരിക്കലും സാഗരം പോലെ കിടക്കുകയാണ്. പക്ഷേ 2 പില്ലേഴ്സിലേക്ക് എടുത്താൽ ശ്രീരാമനും ശ്രീകൃഷ്ണനുമാണ്. ആ ശ്രീരാമനും ശ്രീകൃഷ്ണനിലുമാണ് അത് ഒതുങ്ങി നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് വളർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഭഗവാൻ കൃഷ്ണൻ്റെ എത്ര പറഞ്ഞാലും, ഒരുപക്ഷെ എത്ര എപ്പിസോഡുകൾ എടുത്താലും തീരാൻ കഴിയാത്തത്ര ഡൈമെൻഷൻസ് അതിനുണ്ട്. അതാണ് അതിൻ്റെ ഭംഗിയും രസവും.